റൂട്ട് 0.4 ഇൻറ്റു റൂട്ട് 3.6 എത്ര? ഓക്കെ, റൂട്ട് എ ഇൻറ്റു റൂട്ട് ബീനെ നമുക്ക് ഒരുമിച്ച് റൂട്ട് എ ഇൻറ്റു ബി എന്ന് എഴുതാം, അതിന് തെറ്റില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ഒരുമിച്ച് കിടക്കുന്നതിനെ ഇതുപോലെ സ്പ്ലിറ്റ് ആക്കി എഴുതാം, അതിന് തെറ്റില്ല, അല്ലെങ്കിൽ അത് കറക്റ്റാണ്. അങ്ങനെ വരുമ്പം ഇത് സ്പ്ലിറ്റ് ആയിട്ട് കിടക്കുന്നതല്ലേ, ഞാൻ ഇതിനെ ഒരുമിച്ചാക്കാൻ പോവാം. അപ്പം 0.4 ഇൻറ്റു 3.6 എന്ന് ഒരുമിച്ചാക്കി. കാരണം റൂട്ട് എ ഇൻറ്റു റൂട്ട് ബീനെ മക്കളെ റൂട്ട് എ ഇൻറ്റു ബി എന്നാക്കാം, എന്നെഴുതാം. ശരിയാണല്ലോ? ഓക്കെ, മുന്നോട്ട് പോവാം. അടുത്തത്, ഇനി ഞാൻ ഈ അകത്ത് കിടക്കുന്ന ഇതിനെ സോൾവ് ചെയ്യാൻ പോവാം. ഈ ദശാംശ സംഖ്യകൾ ഗുണിക്കുന്നത് അത് മാത്രമേ സോൾവ് ചെയ്യുന്നുള്ളൂ. ഇത് ഈ അകത്ത് കിടക്കുന്നത് മാത്രം. അപ്പം ഞാൻ റൂട്ട് അതേപടി എടുത്ത് എഴുതിയിട്ടുണ്ട്. ഈ അകത്ത് കിടക്കുന്ന ദശാംശ സംഖ്യകൾ ഗുണിക്കാനുള്ള റൂൾ എന്താ? ദശാംശ സംഖ്യകൾ ഗുണിക്കാൻ ആദ്യം സംഖ്യകൾ മാത്രം ഗുണിക്കാം. ഓക്കെ, അപ്പോൾ അത് ഗുണിച്ച് സൈഡിൽ ചെയ്യുവാണെങ്കിൽ ആദ്യം സംഖ്യകൾ മാത്രം ഗുണിക്കുക എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു 36 നമുക്കത് 144 എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യണം? ദശാംശങ്ങൾ ഗുണിക്കാൻ ആദ്യം സംഖ്യകൾ മാത്രം ദശാംശം മാറ്റിയിട്ട് സംഖ്യകൾ മാത്രം ഗുണിക്കുക. 4 36 ഗുണിച്ചപ്പോൾ 144 കിട്ടി. ഇനി ചോദ്യത്തിൽ എത്ര പോയിന്റ് ഉണ്ടോ അത്രയും പോയിന്റ് ഉത്തരത്തിലേക്ക് ഇടുക. ഇവിടെ ചോദ്യത്തിൽ 1 ആകെ 2 പോയിന്റ് ഉണ്ട്. 2 പോയിന്റ് ഉത്തരത്തിലേക്ക് ഇടുമ്പോൾ 1.44 എന്ന് കിട്ടും. വ്യക്തമാണോ? അപ്പോൾ 0.4 ഇൻറ്റു 3.6 എന്ന് പറഞ്ഞാൽ 1.44 ആണ് അല്ലേ? അപ്പം റൂട്ട് ഓഫ് 1.44 കാണണം. ശരി, റൂട്ട് ദശാംശ സംഖ്യയുടെ റൂട്ട് കാണാൻ ആദ്യം ദശാംശം അങ്ങ് കളഞ്ഞിട്ട് റൂട്ട് കണ്ടുപിടിക്കുക. അപ്പോൾ റൂട്ട് 144 എന്ന് വരും, അത് 12 എന്ന് കിട്ടും. ഇനി ചോദ്യത്തിൽ എത്ര റൂട്ട് ഉണ്ടോ അതിൻ്റെ പകുതി ഉത്തരത്തിലിടുക. ഇവിടെ ചോദ്യത്തിൽ എത്ര പോയിന്റ് ഉണ്ടോ അതിൻ്റെ പകുതി ഉത്തരത്തിലിടുക. ഇവിടെ ചോദ്യത്തിൽ 2 പോയിന്റ് ഉണ്ട്, ഉത്തരത്തിൽ 1 പോയിന്റ് ഇടുക. ആൻസർ 1.2 ആണ്. ഒന്നുകൂടെ ഞാൻ പറയട്ടെ. ഓക്കെ, അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റൂട്ട് ഓഫ് 0.4 ഇൻറ്റു 3.6ൻ്റെ വിലയാണ്. ആദ്യം ഞാൻ ചെയ്തത് റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി എന്ന് പറഞ്ഞാൽ റൂട്ട് എ ഇൻറ്റു ബി ആണ്. അപ്പം ഈ സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്ന രണ്ടെണ്ണത്തെ ഒറ്റ റൂട്ടിൻ്റെ അകത്താക്കുന്നതിന് തെറ്റില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഈ 0.4 ഇതും കൂടെ ഒറ്റ റൂട്ടിൻ്റെ അകത്താക്കി. കണ്ടോ? അപ്പോൾ റൂട്ട് ഓഫ് 0.4 ഇൻറ്റു 3.6. ഇനി ഈ സ്റ്റെപ്പ് മാത്രം ചെയ്തു. ഈ സ്റ്റെപ്പ് ചെയ്തേക്കുന്നതായി കാണുന്നത് കണ്ടോ? 0.4 ഇൻറ്റു 3.6 ദശാംശ സംഖ്യകൾ ഗുണിക്കാൻ ആദ്യം ദശാംശം കളയുക, എന്നിട്ട് ഗുണിക്കുക. ചോദ്യത്തിൽ എത്ര പോയിന്റ് ഉണ്ടോ അത്രയും പോയിന്റ് ഉത്തരത്തിലേക്ക് ഇടുക. ചോദ്യം 2 പോയിന്റ് ഉത്തരത്തിലേക്ക് ഇടുമ്പോൾ 1.44 കിട്ടും. ഇനി റൂട്ടിൻ്റെ അകത്ത് 1.44 എന്ന് എഴുതി. ഇനി നമ്മൾ ബേസിക് വീഡിയോയിൽ പഠിച്ചു ദശാംശ സംഖ്യകളുടെ സ്ക്വയർ റൂട്ട് കാണാൻ ആദ്യം ദശാംശം മാറ്റി സ്ക്വയർ റൂട്ട് കാണുക. അപ്പോൾ 12 കിട്ടി. ഇനി ചോദ്യത്തിൽ എത്ര പോയിന്റ് ഉണ്ടോ റൂട്ടിൻ്റെ അകത്ത് എത്ര പോയിന്റ് ഉണ്ടോ അതിൻ്റെ പകുതി ഉത്തരത്തിൽ ഇടുക. സോ ആൻസർ 1.2 എന്നാണ് നമുക്ക് കിട്ടുന്നത്. അതെ, ഇന്നത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചോ? നമ്മുടെ കാപ്പൻസ് ലേണിംഗ് സൊല്യൂഷൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്തോ. നോട്ടിഫിക്കേഷൻസ് മിസ്സായി പോവാതിരിക്കാൻ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. യെസ്, അപ്ഡേഷൻസ് കറക്റ്റായിട്ട് കിട്ടാൻ അത് ഹെൽപ്പ് ചെയ്യും. താങ്ക്